ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന് മരുന്നടിക്കാൻ പോവുകയാണ്. എന്തിന്റെ മരുന്ന്? ചെതല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. അപ്പൊ അത് പുതുതായിട്ട് വീട് വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെതലൊക്കെ പിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് എല്ലാ സൈഡിലും ഇതുപോലെ, അതായത് റൂമിൻ്റെ ആയാലും ഹാളിൻ്റെ ആയാലും കിച്ചൺ, അതായത് വീടിൻ്റെ സർവത്ര ഭാഗത്തും ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഓരം പോലെ ഇങ്ങനെ എടുക്കണം. ചെറിയതായിട്ട് കുത്തി 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 ഇങ്ങനെ നമ്മളൊരു പാത്തി പോലെ ഉണ്ടാക്കി എടുക്കണം. ഈ കൃത്യമായിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ അതിന് വേണ്ടതായ മരുന്നും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ വീടിന്റെ വാതിലായാലും കട്ടിലയായാലും അതിന്റെ എല്ലാ സൈഡിലും ചെതല് പിടിച്ച് കയറും. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് പുതിയതായിട്ട് വീട് വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതുപോലെ മുൻകൂട്ടി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആദ്യം നമ്മൾ നേരത്തെ കണ്ട പോലെ ആ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വിടവ് പോലെ വരുത്തിയതിനു ശേഷം ഹോളിലൊക്കെ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ഒരു ആഴത്തിനോട് കൂടിയുള്ള ഹോൾസ് ഇതുപോലെ നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഈ കാണുന്ന പോലെ മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവും. ബാത്റൂമിൻ്റെ സൈഡിൽ, ആ സൈഡിൽ, അതായത് ആ ഭിത്തിയുടെ സൈഡിലെ ഭാഗത്തിലൊക്കെ ഇതുപോലെ നല്ലോണം ഹോൾസും നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിടവും കൂടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം നല്ലോണം അബ്സോർബായി ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ചെയ്യണ സമയത്ത്, മരുന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും വെച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്വാസം മുട്ടലിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നം വരും. ഇതേ പ്രോസസ്സ് തന്നെ വീടിന്റെ പുറകു വശത്തും, അതായത് ഔട്ടർ ഏരിയയിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മാക്സിമം ഇത് എന്തോരം നമുക്ക് യൂസ് ചെയ്യാവോ അത്ര നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാലത്തേക്ക് ഇതിനുള്ളൊരു ചെതല് പിടിക്കുമോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ നമുക്ക് ആവശ്യം വരില്ല. അതിനെപ്പറ്റിയുള്ള ചിന്ത വേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന അൻപെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ടെർമിനേറ്റർ എന്ന് പറയുന്ന ചെതലിൻ്റെ ഉള്ള മരുന്നാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 ലിറ്ററിന്റെ ഒരു ക്യാനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് കാണാം. അതിനായിട്ട് നമ്മളിപ്പോൾ 20 ലിറ്റർ വെള്ളമാണ് ആ ഒരു ബക്കറ്റിൽ എടുത്തേക്കണത്. 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതൊരു 300 ml, അതായത് ആ ഒരു അളവിലാണ് നമ്മൾ ആ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തേക്കണേ. 300 ml നമ്മുടെ ഈ മരുന്ന്, അതായത് ഇതൊരു വിഷമാണ്, ഈ മരുന്ന് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം ഡൈല്യൂട്ട് ചെയ്യുക. ആ വെള്ളത്തിൽ നല്ലോണം ഡൈല്യൂട്ട് ആയതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുതരം ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ പരിചയമില്ലാത്തവർ മാസ്കോ എന്തെങ്കിലുമൊക്കെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായി തുമ്മലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം ഇത് ഓരോന്ന്, അതായത് ഇത്തിരീശെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിടവുകളിലും ആ കുഴികളിലും എല്ലാം ഒഴിച്ച് നല്ലോണം കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാം നല്ലോണം, അപ്പം തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലോണം അത് വലിഞ്ഞ് അബ്സോർബായി എടുക്കുകയും ചെയ്യും. ചെതൽ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ വീടിനെ തന്നെ തിന്നു കളയണ ഒരു മാരകമായ ഒരു ക്യാൻസർ പോലെ തന്നെ ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ മുൻകൂട്ടി തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ടതായി യാതൊരുവിധ കാര്യമില്ല. ഇതിന് ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്ന 5 ലിറ്ററിൻ്റെ ഈ ഒരു ക്യാനിന് 1500 രൂപയെ വരുന്നുള്ളൂ. നമുക്കത് മാക്സിമം നല്ലോണം ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാനിൻ്റെ ആവശ്യം സാധാരണ നമുക്ക് വരേണ്ടതായി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ എല്ലാ സൈഡിലും വീടിൻ്റെ എല്ലാ ഭാഗത്തും കൊടുത്തു. ഇനി ബാക്ക് സൈഡിലും കൂടെ അടിച്ചു കൊടുക്കണം. ഇപ്പം വീടിൻ്റെ അകത്തുള്ള എല്ലാ പോർഷനിലും നമ്മളിത് അടിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതിനെ പറ്റി യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും നല്ലോണം തന്നെ ഈ മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു 6 മാസം കൂടുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ സ്പ്രേ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു തരത്തിലുള്ള ടെൻഷൻ്റെ ചെതൽ പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് യൂസ്ഫുൾ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.